ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക. അതിന് മുൻപേ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും ഈദ് മുബാറക്ക് നേരുകയാണ്. ഇന്നലെയായിരുന്നു ഈദ് റമദാൻ. ഒരു മാസത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം ഇന്നലെ പകൽ നേരത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ആഘോഷിച്ചു. ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റമദാനിൽ ഗ്രീറ്റിംഗ്സ് ഒന്നും ഇടാത്തത് എന്താണ് എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ദൈവമാർഗത്തിൽ ഒന്ന് ഒതുങ്ങി ജീവിക്കുന്ന ഒരു സംഭവമാണ്. ആ സമയത്ത് നമ്മൾ മാക്സിമം നമ്മളെ സ്വയം നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ഒതുങ്ങിക്കഴിഞ്ഞു പോകുന്ന സമയത്ത് എന്ത് ആശംസകൾ നേരം. പ്രത്യേകിച്ച് സിംപ്ലി പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രത്യേകിച്ച് ആശംസകളൊന്നുമില്ല. നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതിന് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷേ ഈദ് എന്ന് പറയുന്നത് ആഘോഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സോ അതിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവരും നമ്മളൊക്കെ അടിപൊളിയായി ആഘോഷിച്ചിട്ട് മീൻസ് ഈദ് ആഘോഷിക്കുന്ന ആൾക്കാർ, അതായത് മുസ്ലിംസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും പിന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും. സോ മറ്റ് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. നോർമലി നല്ല ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, പിരിഞ്ഞു പോവുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ആഘോഷങ്ങളൊന്നും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറില്ല. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പല കമ്പനികളും പലതും ചെയ്യാറുണ്ട് എന്നതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും. കുറച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും, ഫുഡ് ഇൻഡസ്ട്രിയിലും ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. എനിവേ അത് ഓരോരുത്തരുടെയും വ്യൂ പോയിന്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ അത് നമുക്ക് അവിടെ വിടാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈദ് ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. തിരിച്ച് നമ്മുടെ ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഇന്ന് 2025 ഏപ്രിൽ 1-ാം തീയതി ചൊവ്വാഴ്ചയാണ്. സെൻസെക്സിന്റെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ ഒരു മാസത്തിന്റെ തുടക്കം കൂടിയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ എന്ന്. പ്രധാനമായിട്ടും ഇന്നത്തെ വിശേഷങ്ങളിൽ പറയാനുള്ളത്, നിങ്ങളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി, കഴിഞ്ഞ മാർച്ച് മാസത്തിലുള്ള നിങ്ങളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഇന്നലെ രാത്രി തന്നെ ചെയ്തു വെക്കേണ്ടതാണ്. ഇന്നലെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്ന് നിങ്ങൾ ട്രേഡ് ചെയ്താലും ഇല്ലെങ്കിലും കഴിഞ്ഞ മാസത്തെ കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ടും എന്താണ് സംഭവിച്ചത്, ലാഭമാണോ നഷ്ടമാണോ, എത്ര വരുമാനമുണ്ട് എന്നൊക്കെയുള്ള സിംപ്ലി മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോർമലി ഒരു കടകളിൽ, ഇവിടെയൊക്കെയുള്ള ബേക്കറീസിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ ഏതെങ്കിലും കടകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ഏറ്റവും മിനിമമാണ് ഞാൻ പറയുന്നത് 700 റുപ്പീസ് അവർക്ക് പെർ ഡേ കിട്ടുന്നുണ്ട്. വീക്കിലി ഓഫ് കഴിച്ചിട്ട് ഒരു 26 ദിവസമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കാശ് അവർക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, 30 ദിവസം കംപ്ലീറ്റ് ജോലി ചെയ്താൽ തന്നെ അവർക്കൊരു 700 × 30 എന്ന് പറഞ്ഞാൽ 21,000, 20,000 രൂപ നമുക്ക് കൂട്ടാം. 20,000 രൂപയിൽ കുറവാണ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ 1,00,000 രൂപയെങ്കിലും മിനിമം വെച്ച് ട്രേഡ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്താലും നിങ്ങളൊരു ഫുൾ ടൈം ട്രേഡിംഗ് ഒരു പ്രൊഫഷനായിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് 20,000 രൂപയിൽ കുറവാണ് നിങ്ങളുടെ വരുമാനം എങ്കിൽ ഈ പരിപാടി നിങ്ങൾക്ക് ലാഭകരമല്ല എന്ന രീതിയിൽ വേണം ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ. നഷ്ടം വരുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. 20,000 രൂപയിൽ കുറവ് ലാഭം നേടിയ ആൾക്കാർക്ക് നഷ്ടം തന്നെയാണ്. കാരണം അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം പണിയെടുക്കണം എന്നുള്ളത്, ഇവിടെ നമ്മൾ ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ തലച്ചോറ് പണിയെടുക്കുമ്പോൾ മറ്റൊരു ഫിസിക്കലി ചെയ്താൽ മതി. അതുകൊണ്ട് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഫിസിക്കലി ചെയ്യുന്നതിന് നമുക്ക് ആ സമയത്ത് മാത്രമേ ക്ഷീണം ഉണ്ടാവുള്ളൂ. മെൻ്റലി നമ്മൾ എടുക്കുന്ന സ്ട്രെയിനിന് വർഷങ്ങൾ കഴിയും തോറും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സോ രണ്ടിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും 20,000 രൂപയിൽ കുറവാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം 20,000 രൂപ മിനിമം ഉണ്ടാക്കാൻ പറ്റിയിരിക്കണം. 1,00,000 രൂപയെങ്കിലും വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അതിൽ കുറവാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എങ്കിൽ ട്രേഡിംഗ് നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. ഇനി സീറോയിൽ ക്യാപിറ്റലിൻ്റെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യുക കൃത്യമായിട്ടും എന്താണ് സംഭവിച്ചത്. ഓരോ ട്രേഡും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ എഴുതി വയ്ക്കണം എന്നുള്ളത്. ഒന്ന് ഓടിച്ച് നോക്കുക, എവിടെയാണ് പ്രശ്നം പറ്റിയത്, എന്തുകൊണ്ട് എനിക്ക് നഷ്ടം വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുക. ഒരു 20% നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഈ മാസം പരമാവധി ട്രേഡ് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഒത്തിരി ഞാൻ റിപ്പീറ്റ് ചെയ്ത സംഭവങ്ങളാണ്. നിങ്ങൾക്ക് അതുമായിട്ട് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടതെന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. വാട്സാപ്പ് നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓഡിറ്റ് ചെയ്യുക, ഓഡിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്താലും ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ട് കയ്യിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല ഇത് ഫിനാൻഷ്യൽ ഇയർ ഇന്നലെ തീർന്നതാണ്. അപ്പോൾ ഇന്നലെ വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും എടുത്തിട്ട് അടുത്തുള്ള ഒരു CA, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ഏൽപ്പിക്കുക. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക.
ദെൻ അതുമായിട്ട് മുന്നോട്ട് പോയെല്ലാം ലീഗലി പ്രോപ്പർലി പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓഡിറ്റ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ചിലപ്പം ഓവറോൾ നിങ്ങൾ ലോസിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ അവർ നോക്കുക, നിങ്ങൾ ലോസ് ഉണ്ടാക്കിയ ട്രേഡുകൾ ഒന്നും തന്നെ അവർ നോക്കില്ല. ഓരോ ട്രേഡ് ബൈ ട്രേഡ് എടുത്തിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണക്കൂട്ടിയിട്ട് ടോട്ടലി നിങ്ങൾക്ക് ഒരു ഇയർ എൻഡിൽ ഒരു ബ്രേക്ക് ഇവൻ ആയാലും ടോട്ടൽ ഒരു 5,000 രൂപ ലോസിലാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ക്ലോസ് ചെയ്തെങ്കിലും അവർ നോക്കുമ്പോൾ പ്രോഫിറ്റബിൾ ട്രേഡുകൾ ചിലപ്പം 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവർ അതിൻ്റേതനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ടോട്ടൽ നമുക്ക് ലോസ് ആണ് എന്ന് എഴുതിയിട്ട് ടാക്സ് ഫയൽ ചെയ്യാതിരിക്കരുത്. അതിനകത്ത് പ്രോഫിറ്റ് ലോസ് ഉണ്ടാക്കിയത് ഇവിടെ കൗണ്ട് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കൗണ്ട് ചെയ്യുന്നുണ്ട്. സോ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടിട്ട് മേടിട്ടായിട്ട് ടാക്സ് ഫയൽ ചെയ്യാനുള്ള സംഭവങ്ങൾ റെഡിയാക്കുക. ദെൻ ഏപ്രിൽ 1 എന്താ പറയുക, രാവിലെ തന്നെ എനിക്കൊരു മെസ്സേജ് തന്നെ വിഡ്ഢിദിനത്തിൻ്റെ ആശംസകൾ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. സോ ഇത് ശരിക്കും എങ്ങനെയാണ് ഏപ്രിൽ ഫൂൾസ് ഡേ ആയത് എന്ന് ഞാൻ പല സ്ഥലത്തും തപ്പി നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, ജോർജിയൻ കലണ്ടർ വരുന്നതിന് മുൻപ് ഏപ്രിൽ 1 ന്യൂ ഇയർ. ജോർജിയൻ കലണ്ടർ വന്നതിന് ശേഷം അത് ജനുവരി 1 മാറി. പക്ഷെ അതിനുശേഷവും ഒത്തിരി പേര് പഴയ ഏപ്രിൽ 1 തന്നെ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു യൂറോപ്പിൽ. അങ്ങനെ അവിടെയുള്ള ജനങ്ങൾ പരസ്പരം വിളിച്ചതാണ്, അതായത് ഏപ്രിൽ 1 പുതിയ കലണ്ടർ വന്നതിന് ശേഷം പഴയ ന്യൂ ഇയർ ആഘോഷിക്കുന്ന മണ്ടനാണ്, എന്നാൽ മണ്ടന്മാരുടെ ന്യൂ ഇയർ ആണ് ഏപ്രിൽ 1 എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഫിനാൻഷ്യലി മറ്റൊരു ഒപ്പീനിയൻ എനിക്ക് വായിക്കാൻ സാധിച്ചത്, ഫിനാൻഷ്യൽ ക്ലോസിങ് അത് ഈ പഴയ ന്യൂ ഇയർ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം മാർച്ച് 31 പഴയ വർഷം അവസാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴുള്ളത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ് മാർച്ച് 31 അതുവരെയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ബിസിനസ് ചെയ്ത് എല്ലാവരെയും സ്റ്റാഫിനൊക്കെ സാലറിയും കൊടുത്ത് റെൻറ്റ് കൊടുത്ത് കറണ്ട് ബില്ലും അടച്ച ഒരു വർഷം ഇത് ഓടിച്ചിട്ട് അവസാനം ഓഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ മണ്ടനാകുന്ന ഒരു ദിവസമാണ്. അതായത് ഫിനാൻഷ്യലി അയാൾ ഒരു എന്താ പറയുക ഫൂൾ ആകുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 1 എന്നുള്ള രീതിയിലും ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോ എന്തായാലും വിഡ്ഢി ദിനമായാലും അല്ലാതെ ആയിരുന്നാലും നിങ്ങളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് ഫയലിങ്ങും കാര്യങ്ങളും ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ വളരെ ഖേദകരമായ ഒരു വാർത്തയാണ്, മ്യാൻമറിൽ ഭൂമി ഒലുക്കൊണ്ടായിട്ട് 2000-ലധികം പേരാണ് ഇപ്പം മരിച്ചിരിക്കുന്നത്. അത് ലൈവ് വീഡിയോസൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. കാരണം ഇത്രയധികം വലിയ ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ഷനുള്ള ബിൽഡിങ്ങൊക്കെ തകർന്നടിഞ്ഞ് താഴെ വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ സ്വപ്നം ഒരു വീട് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒരു കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ടാണ് തകർന്നടിഞ്ഞതും കൺമുന്നിൽ ഇല്ലാതാവുന്നത്. സോ അതൊരു പ്രകൃതി ദുരന്തങ്ങളായാലും യുദ്ധങ്ങളായാലും എല്ലാം തന്നെ സാധാരണ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കാണ്. എന്തായാലും പ്രകൃതി ദുരന്തങ്ങൾ നമുക്കൊരിക്കലും തടയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. സോ അതിൻ്റെ രക്തസാക്ഷികളായ ആൾക്കാർക്ക് നമ്മുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അവർക്കായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് കൂടിയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ദെൻ സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 2 കോൺട്രാക്റ്റുകൾ പുതിയതായി കിട്ടിയിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവായ ന്യൂസാണ്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്നുള്ള ഒരു കമ്പനിക്ക് 245 കോടിയുടെ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ITCക്ക് അവരൊരു എന്താ പറയുക, ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റിൻ്റെ പേപ്പർ ബിസിനസ് ITC ഏറ്റെടുക്കുകയാണ്. BSEയിൽ അവർക്ക് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് 2 ബോണസ് ഷെയറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് BSE ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. മാക്സിമം അതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ്. ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റും ജപ്പാൻ്റെ മാർക്കറ്റും 2 ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ക്ലോസ് ചെയ്ത് 23,368 ഇന്ന് ഓപ്പൺ ആയത് 510 142 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇന്ന് കിട്ടിയെങ്കിലും മുകളിൽ ഓപ്പൺ ആയിട്ട്, അതായത് ടാർഗറ്റ് ലെവലിൽ ഓപ്പൺ ആയിട്ട് താഴോട്ടാണ് ക്യാൻഡിൽ വരുന്നത്. 49 പോയിന്റ് താഴോട്ട് വന്നിട്ട് 23,461 ട്രേഡിംഗ് നടക്കുന്നത്.
സോ നോക്കാം, നമ്മുടെ ലൈവ് മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കറിയാൻ പറ്റും. ഗോൾഡിൻ്റെ പ്രൈസ് പറന്നു പോവാണ്. കാരണം 3000-ലുണ്ടായിരുന്ന പ്രൈസ് 3129 എത്തിയിട്ടുണ്ട്. അപാരമായ കുതിപ്പാണ് കുതിക്കുന്നത്. ദെൻ USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒരു പടിക്ക് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 85 രൂപ 47 പൈസയാണ് ഒരു US ഡോളറിൻ്റെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക്. ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ജപ്പാൻ ടാങ്ക് ആൻഡ് ലാർജ് മാനുഫാക്ചറിങ് ഇൻഡെക്സ്. ഈ ടാങ്കൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പഴയ ഒരു സിനിമയാണ്, ടാങ്കൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, നല്ലൊരു ഫൈറ്റ് സിനിമ. ഒരു 90s കിഡ്സിനൊക്കെ അറിയാൻ പറ്റുന്ന ടാങ്കൻ എന്നൊരു സിനിമ ഓർത്ത് നോക്കുക. ഇതെന്താണ് ടാങ്കൻ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ചൈനയിലെ കേസിൻ മാനുഫാക്ചറിങ് PMI, ഓസ്ട്രേലിയ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ്, USA JOLTS ജോബ് ഓപ്പണിങ്സ്, USA ISM മാനുഫാക്ചറിങ് PMI. ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് പുറത്തു വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണ്. ബാലാജി ഫോസ്ഫേറ്റ്സ് ആണ് ഒരേ ഒരു കമ്പനി ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതുള്ളത്. ദെൻ FNO ബാനിൽ മാസാദ്യത തുടക്ക ദിവസമായതുകൊണ്ട് FNO ബാനിലൊന്നും തന്നെ വന്നിട്ടില്ല. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4352 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7646 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 3293 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ, ബാങ്ക്, IT, മീഡിയ, മെറ്റൽ, ഫാർമ, PSU ബാങ്ക്, റിയാലിറ്റി ഇത്രയും സെക്ടറുകൾ കഴിഞ്ഞ ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ സർവീസസും FMCG, പ്രൈവറ്റ് ബാങ്ക് ഇത്രയും സെക്ടറുകൾ മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ETF-ന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ETF ഗോൾഡ് ബേസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 81 പോയിന്റ് അഥവാ 0.34% നഷ്ടത്തിൽ, ഓപ്പണായ സ്ഥലത്തു നിന്നും 0.34% നഷ്ടത്തിൽ 23,519 ക്ലോസ് ചെയ്തു. ഈ ആഴ്ച നിഫ്റ്റിയിൽ 81 പോയിന്റിന്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മൊത്തത്തിൽ ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ എന്തായാലും നമുക്ക് ഇന്ന് കിട്ടില്ല, കാരണം ഇന്ന് 1-ാം തീയതിയാണ്. സോ ഈ ആഴ്ചത്തെ പെർഫോമൻസും ഈ മാസത്തെ പെർഫോമൻസ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. 23,519 ഈ മാസം ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏപ്രിൽ മാസം. ദെൻ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് എക്സും മാത്രമാണ് കഴിഞ്ഞ ദിവസം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തേക്കുള്ള ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ PCR 0.8 ആണ്. ഇത് ശരിക്കും ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ബെയറിഷ് ബോർഡറിൽ വന്നിട്ട് നിൽക്കുകയാണ്. 0.7ന്റെ താഴോട്ട് ബെയറിഷ് ആണ്. സോ 0.8 എന്ന് പറഞ്ഞാൽ ഒരു താഴോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ വന്നിരിക്കുന്നത് 24,000-ലാണ്. 91 ലക്ഷം ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇവിടെയുള്ളത് 24,000-ൽ. ഹയസ്റ്റ് പുട്ടിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 71 ലക്ഷം. 23,500-ൽ 71 ലക്ഷം ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. കോൾ സൈഡിൽ കൂടുതലുണ്ട്. വിക്സ് വന്നിട്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട്, 13ന്റെ താഴെ എത്തുന്നുണ്ട്, 12.72 ആണ്. ഇതിനകത്തുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ഒരു സൈഡിലേക്ക് പ്രോപ്പർ മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, സ്റ്റോപ്പ് ലോസ് അടിക്കാതെ വൈകുന്നേരം വരെയൊക്കെ ട്രേഡ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നോർമലി ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടാവാറില്ല. ഒരു കൺസോൾട്ടേഷനിൽ ഇങ്ങനെ വലിഞ്ഞു പോവുകയുള്ളൂ. നമ്മളൊരു ഹയർ സൈഡിൽ എൻട്രി ഒക്കെ പ്ലാൻ ചെയ്താലും അത് പലപ്പോഴും എൻട്രിയിലേക്ക് എത്തില്ല. 12 മണിക്കൊക്കെ ശേഷം കിട്ടുന്ന എൻട്രീസും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വൺ സൈഡ് ഒരു മൊമെൻറ്റം ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു റാലി അല്ലെങ്കിൽ ഒരു ഫോൾ ഉണ്ടെങ്കിൽ ഗ്രാജുവലായിട്ട് ആ ഭാഗത്തോടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വലിയ ബുദ്ധിമുട്ടാക്കാതെ തന്നെ. അങ്ങനെയുള്ളൊരു ഇതാണ് വിക്സ് കുറയും തോറും ഉണ്ടാവാറുള്ളത്. ദെൻ സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,519-ലാണ്. ഈ മാസം നമ്മൾ തുടങ്ങുന്ന ഇവിടെ വെച്ചാണ്. ഇനി ഇന്നത്തെ CPR-ലേക്ക് വരികയാണെങ്കിൽ 529, 540, 550 ഏകദേശം 11 പോയിന്റ് അല്ലെങ്കിൽ 10 പോയിന്റിന്റെ ഗ്യാപ്പിലാണ് CPR വന്നിട്ടുള്ളത്. നാരോ CPR ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചടുത്താണ്. നാരോ ആണെങ്കിൽ ഒരു സിംഗിൾ ലൈൻ പോലെ വരണം, 1 പോയിന്റ് ഒക്കെ ഡിഫറൻസിൽ വരണം. നോട്ട് റേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ 566, 544 22 പോയിന്റിന്റെ ഒരു നോട്ട് റേറ്റ് സോണാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 566 എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഔട്ട് ലൈൻ CPR-നേക്കാളും മുകളിലാണുള്ളത്. അതേപോലെ ബ്രേക്ക് ഡൗൺ ലൈൻ എന്ന് പറയുന്നത് CPR-ന്റെ ഇടയിലാണുള്ളത്. കാരണം ബോട്ടം CPR വരുന്നത് 529 ഇവിടെ ബ്രേക്ക് ഡൗൺ വരുന്നത് 544-ലാണ്, ഏകദേശം 15 പോയിന്റിന്റെ മുകളിൽ ബോട്ടം CPR-ൽ നിന്നും. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഡൗൺ ലെവലായിട്ടും ബോട്ടം CPR-നെ കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്.
അപ്പോൾ 23,529, 566 ഇതാണ് നോ ട്രേഡ് സോണായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്, ബോട്ടം CPR മുതൽ ബ്രേക്ക് ഔട്ട് ലൈൻ വരെ. അപ്പോൾ ആ 23,529 ലോവർ സൈഡിലും 23,566 ഹയർ സൈഡിലുമാണ്. ഇനി 23,566 കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 680 വരെ 114 പോയിന്റിന്റെ ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റിന് സാധ്യതയുണ്ട്. അതേസമയത്ത് 529 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 359 വരെയും ഏകദേശം 189, 350, 360, 141, 29, 170 പോയിന്റിന്റെ ഒരു മൂവ്മെന്റിനാണ് ലോവർ സൈഡിലേക്ക് താഴെ സാധ്യതയുള്ള. 23,529 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 359 വരെയും താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇതൊന്ന് വാച്ച് ചെയ്തോളുക. 529 മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുന്നു എന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനമാകുക. സോ ഇത് കറക്റ്റ് ഞാൻ ഈ പറഞ്ഞ ബ്രേക്ക് നോ ട്രേഡ് സോണിൻ്റെ അകത്ത് ഓപ്പൺ ആയി കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. താഴോട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് 100% ഗ്യാരണ്ടീഡ് റിട്ടേൺ ഒന്നും പ്രോമിസ് ചെയ്യുന്നതല്ല. 5, 4, 9 എന്ന രീതിയിൽ കണക്ക് കൂട്ടി കിട്ടുന്ന ഒരു നമ്പറാണ്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. പക്ഷേ പലപ്പോഴും ഇത് വർക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. സോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇനി നാളെ നമുക്ക് സെക്കൻഡ് ട്രേഡിംഗ് ഡേ. ഇന്ന് ഈ വർഷത്തെ തന്നെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ ട്രേഡാണ്. മിനിമം പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും. സോ കാരണം ഫസ്റ്റ് ഒരു ഓപ്പണിംഗ് ടോക്കൺ എന്ന രീതിയിൽ ഒരു 1000 രൂപ, 500 രൂപ, 100 രൂപ പ്രോഫിറ്റിൽ ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണെങ്കിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഒരു ക്ലോസിങ് തരുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നെ നിങ്ങൾ ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഭയങ്കര ലോസ് അടിച്ച് നിരാശപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ട്രേഡ് എടുക്കും, നിങ്ങളുടെ എൻട്രി കറക്റ്റ് ആയിരിക്കണം. അല്ലാതെ എവിടെയെങ്കിലും പോയി എൻട്രി എടുക്കുന്ന ആളാവരുത്. അപ്പോൾ ഫസ്റ്റ് ട്രേഡിൽ ഒരു ബ്രോക്കറേജിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റിൽ നിങ്ങൾ ആ ട്രേഡ് എല്ലാ ദിവസവും ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, സൈക്കോളജി ശരിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും പോസിറ്റീവിൽ, അതായത് പ്രോഫിറ്റിൽ തന്നെ 10 രൂപ, 100 രൂപ, 500 രൂപ, 1000 രൂപയൊക്കെ പ്രോഫിറ്റിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും. പക്ഷെ വലിയ റിട്ടേൺ ഒന്നും അതിനകത്ത് കാണില്ല. പക്ഷെ P&L സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ എല്ലാ ദിവസവും പ്രോഫിറ്റ് എന്നുള്ള ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അതിലൂടെ നിങ്ങൾക്ക് നഷ്ടം എന്ന നിരാശയിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കാൻ പറ്റും. സോ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ പല പുതിയ തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ നിങ്ങൾ ബുക്കിൽ എഴുതി വയ്ക്കുക. അതുപോലെ അത് ഡെയിലി റൊട്ടീൻ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പൊട്ടിത്തകർന്നില്ലാതായി പോവും. അബോവ് 60 ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു വീണ്ടും ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യാൻ സമയം കിട്ടില്ല. കാരണം ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും ആ സമയത്തേക്ക് നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങും. സോ 60 എത്തുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു വരുമാനമുള്ള രീതിയിലൊരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. അതിലൂടെയും നിങ്ങൾക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. FD ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് ഒരു അല്പം റിസ്കി ആയിട്ടുള്ള. റിസ്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബിസിനസ്സിലുള്ള റിസ്ക് അല്ല, അതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഇഷ്യൂ ഉണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ കുടുംബങ്ങൾ തന്നെ, കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ തന്നെ പരസ്പരം പണത്തിന് വേണ്ടിയിട്ട് ആക്രമിക്കുന്ന ഒരു സ്വഭാവ രീതി കാണുന്നുണ്ട്. സോ നമ്മളതിൽ അത്യാവശ്യം ഒരു 10 കിലോ സ്വർണം നമ്മളതിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് നമ്മുടെ ആക്രമിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ലിക്വിഡ് ക്യാഷ് കയ്യിൽ വയ്ക്കുന്നതും ഭയങ്കര അപകടകരമായിട്ടുള്ള സംഭവമാണ്. കാരണം നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നറിയുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അതും അങ്ങനെ ക്യാഷ് സൂക്ഷിക്കുന്നത് ഒരു അപകടമാണ്. അതല്ലാതെ മറ്റുള്ള ലാൻഡിലാണെങ്കിലും ആർക്കും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം രജിസ്ട്രേഷൻ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അവർക്ക്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ അത് നല്ല രീതിയിൽ ആലോചിച്ചിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല റിട്ടേൺ കിട്ടും എന്ന് കരുതിയിട്ട് വളരെ അപകടകരമായ, അതായത് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് പോവാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ ഇടയ്ക്കൊരു ഇൻഷുറൻസിൻ്റെ ഒരാളെ കണ്ടപ്പോൾ, ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ മക്കളോട് പോലും പറയരുത് എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഉപദേശം തന്നു. കാരണം മക്കൾ തന്നെ പിന്നീട് പ്രശ്നത്തിലേക്ക് എത്തിക്കും എന്ന രീതിയിലുള്ള ഒരു സംഭവം. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഓരോരുത്തരും. പണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അതൊന്നും ഒരു തെറ്റല്ല എന്ന രീതിയിലാണ് ഈ വളർന്നു വരുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ചില പ്രത്യേക രീതിയിൽ വളർന്നു വരുന്ന ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്.
സോ അതൊക്കെ നമുക്ക് എന്താ പറയുക, ദൈവവിശ്വാസികളാണ് നിങ്ങളെങ്കിൽ ദൈവം വിധിച്ചതുപോലെയാണ് നമുക്ക് വന്നെത്തുക. സോ ഇതായിട്ട് സമാധാനിച്ചിരിക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക വർഷം നേരുകയാണ്. അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റബിളായിട്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.